നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോക ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ മുഴുവനും ഇപ്പോൾ ഖത്തറിലാണ്. അങ്ങനെ ഫിഫ ഫുട്ബോൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ ഖത്തറിൽ പൊടിപൊടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്ത പുറത്തു വരുന്നതെന്നതും ശ്രദ്ധേയമാണ്. പല വിമർശനങ്ങളും നേരിട്ടെങ്കിലും ഖത്തറിന്റെ നടത്തിപ്പിൽ ഫിഫ സംതൃപ്തരാണെന്നാണ് പറയപ്പെടുന്നത്. 8 കൂറ്റൻ സ്റ്റേഡിയങ്ങളാണ് ഖത്തർ ഇതിനോടകം തന്നെ ഇതിനായി ഒരുക്കിയത്. കൂടാതെ ഗതാഗത സൗകര്യങ്ങൾ മികച്ചതാക്കുകയും ചെയ്തു. ഉദ്ഘാടന മത്സരം വീക്ഷിക്കാൻ സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ളവർ എത്തുകയുണ്ടായി. അങ്ങനെ ഖത്തറിനെ പുകഴ്ത്തിയാണ് അദ്ദേഹം മടങ്ങിയത് പോലും. ഖത്തറിന് എന്ത് സഹായം ചെയ്തു കൊടുക്കാനും തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അർജന്റീനയ്ക്കെതിരെ സൗദി അറേബ്യ വിജയിച്ചപ്പോൾ സൗദിയുടെ പതാക പിടിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ആഹ്ലാദം പ്രകടിപ്പിച്ചതും വലിയ ചർച്ചകൾക്കാണ് ഇടയാക്കിയത്. എന്നാൽ സൗദി അറേബ്യ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകാൻ പോകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് 2030 നടക്കാനിരിക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനാണ് സൗദി അറേബ്യ വേദിയാകാൻ ശ്രമിക്കുന്നത്. എന്നാൽ സൗദി ഒറ്റയ്ക്കല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു 2 രാജ്യങ്ങളുമായി ചേർന്നായിരിക്കും ആതിഥ്യം അരുളുക. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചുവെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അറിയിച്ചു. സൗദിയിലെ സോഷ്യൽ മീഡിയകളിൽ വൻ ആഹ്ലാദത്തിനാണ് ഈ വിവരം തിരികൊളുത്തിയിരിക്കുന്നത്. ഈജിപ്ത്, ഗ്രീസ് എന്നീ രാജ്യങ്ങളുമായി സഹകരിച്ച് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകാനാണ് സൗദി അറേബ്യയുടെ നീക്കം. ഇരു രാജ്യങ്ങളുമായും ചർച്ച നടത്തിയ കാര്യം സൗദി ടൂറിസം മന്ത്രി വെളിപ്പെടുത്തുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 രാജ്യങ്ങളും ചേർന്ന് മുതൽ മുടക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഫിഫയുടെ ലേലത്തിൽ സൗദിയും ഭാഗമാകുമെന്ന് വ്യക്തമായ സൂചനയാണ് സൗദി മന്ത്രി നൽകിയത്. സൗദി അറേബ്യയ്ക്ക് ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകാൻ അവസരം ലഭിച്ചാൽ കൂറ്റൻ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുമെന്നും ആരാധകർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി അൽ ഖത്തീബ് പറഞ്ഞു. ടൂറിസത്തിന് വളരെ പ്രാധാന്യം സൗദി അറേബ്യ നൽകി വരികയാണ്. കൂടുതൽ വിദേശികളെ സൗദിയിലേക്ക് ആകർഷിക്കാനാണ് സൗദിയുടെ ഈ തീരുമാനം. ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യമാണ് സൗദി അറേബ്യ. സൗദിയുടെ പ്രധാന വരുമാന മാർഗം എണ്ണ തന്നെ എന്നതിൽ സംശയമില്ല. എന്നാൽ എണ്ണയെ മാത്രം ആശ്രയിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സൗദിക്ക് ഏറെ ആശങ്കയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മറ്റു വരുമാന മാർഗങ്ങളും ആരായാൻ തീരുമാനിച്ചതും ടൂറിസത്തിന് പ്രാധാന്യം നൽകുന്നത്. 2029 ഏഷ്യൻ വിന്റർ ഗെയിംസ് സൗദിയിലാണ് നടക്കാൻ പോകുന്നത്. ഇതിനുള്ള ഒരുക്കം സൗദി അറേബ്യ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സൗദി അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകമായി ഒരുക്കുകയും ചെയ്യും. അതോടൊപ്പം ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ കൂടിക്കാനുള്ള സൗകര്യങ്ങളും സ്റ്റേഡിയങ്ങളും ഒരുക്കാമെന്നതാണ് സൗദിയുടെ തീരുമാനം. വാർഷിക ഫോർമുല 1 മത്സരത്തിനും നിരവധി ബോക്സിംഗ് മാച്ചുകൾക്കും സൗദി വരും വർഷങ്ങളിൽ ആതിഥ്യം അരുളുന്നുണ്ട്. ഖത്തറിലെ ലോകകപ്പ് ഉദ്ഘാടന മത്സരാഘോഷത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ പങ്കെടുത്തിരുന്നു. ജപ്പാനിലേക്കുള്ള യാത്ര മാറ്റിവെച്ചാണ് അദ്ദേഹം ദോഹയിലെത്തിയത് പോലും. വേദിയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അദ്ദേഹം ഖത്തറിലെത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഖത്തറിനെതിരെ 2017 ഉപരോധം പ്രഖ്യാപിച്ച സൗദി 3 വർഷത്തിനു ശേഷമാണ് ഉപരോധം പിൻവലിച്ചത് പോലും. ഫുട്ബോൾ മത്സരങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടായിരുന്നു സൗദി ഉപരോധം പിൻവലിച്ചത്. കൂടാതെ UAEയും ബഹ്റൈനും ഈജിപ്തും ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. എല്ലാവരും ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. ബഹ്റൈൻ മാത്രമാണ് ഇനി ഖത്തറിലേക്ക് യാത്രാ സൗകര്യം പുനഃസ്ഥാപിക്കാൻ ബാക്കിയുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.